മക്കളെ, നിങ്ങൾ ഇവിടെ ഒരു പിക്ചർ കണ്ടോ? ഇതില് ആരൊക്കെയാണ് ഈ പിക്ചറിലുള്ളതെന്ന് കണ്ടില്ലേ? ഇവരുടെ ഒക്കെ പേര് നമുക്കൊന്ന് പറഞ്ഞ് പഠിക്കാം. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. എക്സാമിന് തീർച്ചയായിട്ടും ഈ പേരുകളൊക്കെ ചോദിക്കും. നമുക്ക് നോക്കാം. ഇത് മരമാണല്ലേ? മരം. മരത്തിന് എന്താണ് പറയുന്നത്? പേട്. എന്താണ് മരത്തിന് പറയുന്നത്? പേട്. പേട് എന്നാണ് മരത്തിന് പറയുന്നത്. ഇതെന്താണ്? കുരങ്ങൻ. കുരങ്ങന് പറയുന്ന പേരാണ് ബന്ദർ. ബന്ദർ. എന്താണ്? ബന്ദർ കുരങ്ങൻ. ബന്ദർ കുരങ്ങൻ. ബന്ദർ. എന്താണ് പറയുന്നത്? ബന്ദർ എന്നാണ് പറയുന്നത്. ബന്ദർ എന്ന് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബന്ദർ എന്ന് എഴുതുന്നത്? നിങ്ങൾക്ക് പാഠബുക്കിൽ ഇവിടെ ഉണ്ട്. ബന്ദർ ഇതാ. ഏക്ക് ബന്ദർ. കണ്ടോ? ഇവിടെ ഒരു മങ്കി ഉണ്ട്. ഇതാ ഇരിക്കണേ. ഏക്ക് ബന്ദർ. ബന്ദർ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഈ പിക്ചറിൽ ആരാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ആരാണുള്ളത്? മച്ചലി ഉണ്ടല്ലേ? മച്ചലി. മച്ചലി എന്നെങ്ങനെയാണ് എഴുതുന്നത്? മച്ചലി പറഞ്ഞാൽ മത്സ്യം. മച്ചലി മത്സ്യം. ഇതാണ് മച്ചലി. മച്ചലി പറഞ്ഞാൽ ഇതാ ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ, ഈ മഞ്ഞ കളറിന്റെ നേരെ ഇവിടെ ഉള്ളതാണ് മച്ചലി. ഈ മഞ്ഞ കളർ നേരെ ഇവിടെ ഉള്ളതാണ് എന്ത്? മച്ചലി. മച്ചലി പറഞ്ഞാല് മത്സ്യം. മച്ചലി മീനിനെയാണ് മച്ചലി എന്ന് പറയുന്നത്. മത്സ്യം, മച്ചലി. ഓക്കെ. ഇനി അടുത്തത് പിക്ചറിൽ ആരാണുള്ളത് നോക്കാം. ബഗുള ഉണ്ട്. ബഗുള. ബഗുള എന്ന് പറഞ്ഞാൽ കൊക്ക്. എന്താണ് കൊക്കിന് പറയുന്നത്? ബഗുള. എന്താണ്? ബഗുള. ബഗുള കൊക്ക്. ബഗുള കൊക്ക്. ബഗുള എന്നെങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ബഗുള എന്ന് എഴുതുന്നത് ബഗുള എന്താ നിങ്ങള് എന്താ കണ്ടോ? ഇത് ബഗുളേ എന്നാണ്. ബഗുളേ. അതായത് ഇവിടെ 3 എണ്ണം ഉണ്ട് കൊക്ക്. 3 കൊക്കുകൾ ഉള്ളത് കൊണ്ടാണ് ബഗുളേ എന്ന് എഴുതിയത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒന്നാണെങ്കിൽ ബഗുള. ബഗുള. ഇവിടെ അങ്ങനെ ഒരു വരയാണ് ഉണ്ടാവുക. ഈ മുകളിലത്തെ വര ഉണ്ടാവില്ല. ഈ മുകളിലെ വര ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ അങ്ങനെ നേരെ ഒരു വരയാണ് ഉണ്ടാവുക. ബഗുള. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് നിങ്ങളുടെ പിക്ചറിലുള്ളത് എന്താണ്? മേണ്ടക്ക് ഉണ്ട് അല്ലേ? മേണ്ടക്ക്. മേണ്ടക്ക് തവള. എന്താണ് തവളയ്ക്ക് പറയുന്നത്? മേണ്ടക്ക്. മേണ്ടക്ക് തവള. അതാ ഈ പച്ച കളറിന്റെ നേരെ പുറത്ത് കണ്ട മേണ്ടക്ക് എഴുതിയത് ഇതാണ് മേണ്ടക്ക്. മേണ്ടക്ക് പറഞ്ഞ എന്താണ്? തവള. മേണ്ടക്ക് തവള. മേണ്ടക്ക് തവള. മച്ചലി മത്സ്യം. മച്ചലി എന്താണ്? മത്സ്യം. അപ്പൊ ഈ പിക്ചറിൽ അത്രയാണുള്ളത്. മച്ചലി ഉണ്ട്, മേണ്ടക്കുണ്ട്, ബഗുള ഉണ്ട്, ബന്ദർ, പിന്നെന്താണ്? പേട് അല്ലേ? പാനി. ഇതെന്താണ് സാധനം? ഇത് താലാബാണ്. ഇതെന്താണ്? ഈ സ്ഥലം എവിടെയാണ്? ഈ പിന്നെ തവളയും മീനും ഒക്കെ നിൽക്കുന്നത് എവിടെയാണ്? താലാബ്. എന്താണ് ഇതിന് പറയുന്നത്? താലാബ്. താലാബ് പറഞ്ഞ കുളം. കുളത്തിലാണ് ഇവരൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ പേര് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കാന്ന് പറഞ്ഞാല് ഈ പിക്ചറൊക്കെ തരും. എന്നിട്ട് അതിന്റെ താഴെ ഇതിന്റെയൊക്കെ പേരും തന്നിട്ടുണ്ടാവും. ഇതിന്റെ പേര് താഴെ തരും. അതൊന്നും നിങ്ങൾ കണ്ടെത്തി എഴുതണം. അങ്ങനെയാണ് ചോദിക്കുക. ഈ പേരുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ബന്ദർ എന്ന് പറയുമ്പോൾ ബന്ദറിന് നേരെ എഴുതുക. അതാ ഇവിടെ കണ്ടങ്ങൾക്ക് തന്നത്. ഉദാഹരണമായിട്ട് ഇവിടേക്ക് നോക്കൂ. അതാ ബന്ദർ കണ്ട നേരെ ബന്ദർ. പിന്നെ ഇതുപോലെ പിക്ചർ തരും. ആമ. ആമേന്റെ പിക്ചർ തന്നാൽ ഇവിടെ കച്ചുവേ. ഈ കച്ചുവേ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് എക്സാമിന് തരുമ്പോൾ അങ്ങനെ കച്ചുവേ എന്ന് ഉണ്ടാവില്ല. അത് നിങ്ങൾ എഴുതി കൊടുക്കുക. എന്താണ് ഇവിടെ എഴുതേണ്ടത്? കച്ചുവേ. പിന്നെ ഇവിടെ ബഗുള. ഒന്നാണെങ്കിൽ ബഗുള എന്ന് എഴുതണം. ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ ബഗുളേ. ഇവിടെ കൂടുതൽ എണ്ണം 5 എണ്ണായാലും 6 എണ്ണായാലും ഒക്കെ ബഗുളേ എന്ന് തന്നെയാണ് എഴുതുക. ഇനി ഇവിടെ മച്ചിലിനെ കണ്ടോ? മച്ചിലി കുറെ എണ്ണം ഉണ്ട് അല്ലെ? 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉള്ളതുകൊണ്ട് ഇതിനെ മച്ചിലിയാം എന്നാണ് പറയുന്നത്. ഫൂൽ. ഫൂൽ പറഞ്ഞ പൂവ്. ഇവിടെ കുറെ പൂക്കളുണ്ട്. 5 പൂക്കളുണ്ട് അല്ലേ? പക്ഷേ 5 എണ്ണായാലും 10 എണ്ണായാലും ഒക്കെ ഇതിനെ പറയുന്ന പേര് ഫൂൽ എന്ന് തന്നെയാണ്. അതിന് മാറ്റം വരുന്നില്ല. ഫൂൽ. അതിന്റെ അപ്പുറത്തുള്ള എണ്ണം മാറ്റി എഴുതി കൊടുക്കുകയാണ് ചെയ്യുക. 5 ആണ് ഇവിടെ 10 ആണെങ്കിൽ 10 എന്ന് എഴുതിയിട്ട് ഫൂൽ എന്ന് എഴുതുക. ഓക്കെ. ഇനി പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നത് 1 2 3 4 5
കണ്ട ഇവിടെ ഏക്ക് ഏക്ക് പറഞ്ഞ 1, ദോ രണ്ടിനെയാണ് ദോ എന്ന് പറയുന്നത്, 3 4 5, 1 2 3 4 5, 5 വരെ നിങ്ങൾ പറയാനും എഴുതാനും പഠിക്കാം. ഓക്കെ, എങ്ങനെയാണ്? ഏക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഏക്ക് എന്നിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ താഴെ നോക്കുക, കണ്ട 1 2 3 4 5. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഇത് എഴുതി പഠിക്കണം. ഏക്ക് എന്ന് എഴുതുക, 10 പ്രാവശ്യം താഴോട്ട് താഴോട്ട് ഇങ്ങനെ എഴുതി പഠിക്കുക. ഏക്ക് ഏക്ക് അങ്ങനെ എഴുതി പഠിക്കുക. പിന്നെ ദോ എന്ന് എഴുതുക, എന്നിട്ട് ദോ ദോ അങ്ങനെ 2 ആണ്, ഇവിടെ 2 നമ്പർ ഇടുക, എന്നിട്ട് ഇങ്ങനെ ദോ ദോ എന്ന് എഴുതി പഠിക്കുക. 3 3 എന്നിട്ടിട്ട് തീൻ എന്ന് എഴുതി പഠിക്കുക. അപ്പൊ തീൻ എന്ന് പറഞ്ഞാൽ 3, 4 എന്ന് പറഞ്ഞാൽ 4, 5 5. അപ്പം 1 2 3 4 5 അത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എക്സാമിന് നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കുകയാണെന്ന് കരുതാം. ഇതുപോലെ ഇവിടെ ഒരു മങ്കിയാണ് ഉള്ളത്, പക്ഷെ ഇവിടെ 2 മങ്കീനെ തന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതണം? ഈ കോളത്തില് 2 എന്ന് എഴുതണം, ഇവിടേക്ക് ദോ എന്ന് എഴുതണം. ദോ എങ്ങനെ എഴുതുക? ഇതാണ് ദോ. ദോ എന്ന് കണ്ടോ? ഈ രണ്ടാമത് എഴുതിയത് ഇതാണ് ദോ എന്ന് പറയുന്നത്. ഇനി അടുത്തതുപോലെ പിക്ചർ ഇതാ, 2 ആമയാണ് തന്നത്, 2 ആമ. അപ്പൊ അതിന് ദോ ഇവിടെ 3 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കുക. 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് എഴുതുക? തീൻ എന്ന് എഴുതും. തീൻ, കണ്ടോ? തീൻ. ഇവിടെ 3 കൊക്കുകളാണ് ഉള്ളത്. അപ്പൊ എന്താ നമ്മൾ എഴുതുക? 3 കൊക്കുകളുണ്ട്. തീൻ എന്ന് എഴുതണം. കണ്ടോ? ഈ തീൻ എന്ന് എഴുതാം. പിന്നെ അടുത്തത് ചാറാണ്. ചാറെന്ന് പറഞ്ഞാൽ എത്രയാ? 4. അപ്പൊ ഇവിടെ 4 എണ്ണം ഉള്ളത് എന്താണ് നോക്കുക. ഇവിടെ 4 എണ്ണം ഉള്ളത് മത്സ്യമാണ്. അപ്പൊ അതിന്റെ നേരെ 4 എന്ന് എഴുതി കൊടുക്കുക. 4ന്റെ ഹിന്ദിയിൽ പറയുന്ന ചാർ എന്നത് ഇവിടെ എഴുതാം. അടുത്തത് 5 ആണ്. അതിനെന്താ പറയുന്നത്? 5. എന്താണ് പറയുന്നത്? 5. അപ്പൊ 5 ഫൂൽ, 5 പൂക്കൾ. ഫൂൽ എന്നതിന് മാറ്റം വരുന്നില്ല, അത് അങ്ങനെ തന്നെയാണ് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇത് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് 1 2 3 4 5. അത് എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. പേരുകളൊക്കെ പഠിച്ചു വെക്കുക. അതവിടെ കണ്ടോ പിക്ചർ? തവള ഇവിടെ ഉണ്ട്. തവളയ്ക്ക് എന്താ നമ്മളിപ്പോ നേരത്തെ പഠിച്ചത്? മേണ്ടക്ക് അല്ലേ? മേണ്ടക്ക് പഠിച്ചു. ആമയ്ക്കോ? കച്ചുവ, കച്ചുവ എന്ന് പഠിച്ചു. മച്ചിലി മത്സ്യത്തിന്, കൗവ കാക്ക, ഫൂൽ ഈ ചെടികളിലൊക്കെ എന്താ ഉള്ളത്? ഫൂൽ ഉണ്ട്, ഫൂൽ. പിന്നെ ചെടിക്ക് എന്താ പറയാന്നറിയോ? ചെടിക്ക് പറയുന്ന പേരാണ് പൗധ. എന്താണ് ചെടിക്ക് പറയുന്നത്? പൗധ. പൗധ എന്ന് പറഞ്ഞാൽ ചെടി. എന്താണ്? പൗധ. പിന്നെ പേട്. പേട് നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ ഇവിടെ പിക്ചറില്. പേട് മരം. അവിടെ ഒരു പേടുണ്ട്, കുറച്ച് ദൂരെയായിട്ടും പേടുണ്ട്. പേടിന് എന്താണ് പറയുന്നത്? മരം. മരത്തിനെയാണ് പേട് എന്ന് പറയുന്നത്. പിന്നെ താലാബാണ്. താലാബിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് താലാബാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിറം കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിറങ്ങൾ ഇതിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് പഹ്ചാനെ ഗംബാ ബരേ, സുബഹ് ചിടിയ തിനുക്കാ ഗർ. സുബഹ് പറഞ്ഞ എന്താണ്? രാവിലെ. ചിടിയ പക്ഷി, തിനുക്ക പുൽക്കൊടി, ഗർ വീട്, കലിയാം പൂമൊട്ട്, പേട് മരം, രാത് രാത്രി, ധൂപ് വെയിൽ, ഖുഷി ആ കുട്ടിയുടെ പേരാണ് ഖുഷി. നമ്മൾ പഠിച്ച കഥയിലുള്ള കുട്ടിയുടെ പേരാണെന്ത്? ഖുഷി. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ച എന്ന അക്ഷരം തന്നതിനെയാണ് ചിടിയ എന്ന് എഴുതിയത്. അപ്പൊ ക എന്ന അക്ഷരം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ക എന്നത് കലിയാം, കണ്ടോ? അതുപോലെ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോയിൽ ഞാൻ എല്ലാം വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ആവശ്യമെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണാം. ഓക്കെ, ആ ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പേര് ചോദിക്കും. അപ്പം അതൊക്കെ ശരിക്കും പഠിച്ചു വെക്കുക. 1 2 3 4 5 5 വരെയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം വിട്ടു, നിറങ്ങളുടെ പേര് എന്തായാലും പഠിക്കണം. നിറങ്ങളുടെ പേര് ചോദിക്കും. ഇതുപോലെ മഞ്ഞ നിറം തന്നിട്ട് പീല, ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് തരും, ബ്രാക്കറ്റിൽ തരുമായിരിക്കും. എന്നിട്ട് നിങ്ങൾ അതിന് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടി വരിക. അപ്പം ഇതിന് മഞ്ഞ കളർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പീല എന്നുണ്ടോ എന്ന് നോക്കണം. അതിന് നോക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പഠിക്കണം അല്ലേ. മഞ്ഞയ്ക്ക് പറയുന്നത് എന്താണ്? പീല. പീല മഞ്ഞ, പീല മഞ്ഞ. പിന്നെ ഹര പച്ച, ഹര പച്ച, ഹര പറഞ്ഞ പച്ച. ലാൽ ചുവപ്പ്, ലാൽ ചുവപ്പ്, ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ്. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, കാല എന്താണ്? കറുപ്പ്, കാല കറുപ്പ്. ബൂര പറഞ്ഞാൽ ബ്രൗൺ നിറത്തിനെയാണ് ബൂര എന്ന് പറയുന്നത്. ബൂര പറഞ്ഞാൽ ഏത് നിറമാണ്? ബ്രൗൺ നിറം. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടെ നോക്കാം. ബൂര ബ്രൗൺ, പീല യെല്ലോ, ഹര ഗ്രീൻ, ലാൽ റെഡ്, കാല ബ്ലാക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? ബൂര പറഞ്ഞാല് ബ്രൗൺ കളറിനെയാണ് പറയുന്നത്. പീല മഞ്ഞ, ഹര പച്ച, ലാൽ ചുവപ്പ്, കാല കറുപ്പ്. അത്രയും നിറത്തിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് തന്ന നിറത്തിന്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ അത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ കുളത്തിൽ ആരൊക്കെയാണോ ഇരിക്കുന്നത് അവരുടെയൊക്കെ പേര്, ഇതിൽ നിങ്ങൾ പിക്ചർ കാണുന്ന എല്ലാവരുടെയും പേര് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ?